ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അതിനായി 250 ഗ്രാം ശർക്കര ഉരുക്കാനൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ ഉരുക്കിയെടുത്ത് 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 2 ചെറുപഴം ഇട്ടിട്ടുണ്ട്. ഈ ചെറുപഴത്തിനെ നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. വറുക്കാത്ത അരിമാവിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പഴം നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഉണ്ണിയപ്പത്തിൽ പഴം ചേർക്കുന്നത് കൊണ്ട് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി കുറേശ്ശായിട്ട് ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. മാവ് കട്ട പിടിക്കാതെ സൂക്ഷിക്കണം. കരണ്ടിയോ അല്ലെങ്കിൽ കൈ കൊണ്ട് മാവ് കലക്കിയെടുക്കാവുന്നതാണ്. കരണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് കൈയാണ്. മാവിടെ കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക തേങ്ങ അരിഞ്ഞത് കഴുകിയിട്ട് കൊടുക്കാം. തുണി ഞാൻ എടുത്ത് ഞാൻ തറ തുടയ്ക്കാൻ നീ ഇറങ്ങോട്ട്. ഇതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചത്, ഒരു നുള്ള ഉപ്പ്, ഒരു നുള്ള സോഡാപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. മാവ് കട്ടിയായി തോന്നുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ മാവിനെ ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഇത് 2ാമത്തെ ദിവസമാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാവൊക്കെ കോരി ഒഴിച്ചിട്ടുണ്ട്. എല്ലാം നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം മൂത്തിട്ടുണ്ട്. ഒരു സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഉണ്ണിയപ്പം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.